ജീവിതത്തിൽ തന്നെ നമ്മൾ പൊതുവെ ഒരു അണ്ടർ ആക്ടിങ്ങിന്റെ ആളുകളാണല്ലോ. One and only action king, Arjun Sarjaji. ஃபர்ஸ்ட் எனக்குள்ளே இருக்கிற ஒரு ஆக்டர் வந்து கொஞ்சம் சாந்தப்படுத்தணும். ஏன்னா நிறைய பண்ணணும்னு ஆசை எனக்கே இருக்கு. எவ்ரி இண்டஸ்ட்ரி தேர் ஆர் அப்ஸ் அண்ட் டவுன்ஸ். ஒரு கட்டத்தில் நிறைய சூப்பர் ஹிட்ஸ் பிக்சர்ஸ் சம்டைம்ஸ் வரும். சில நேரத்தில் அகைன் இட் கோஸ் பேக். அதுக்கப்புறம் இன்னொரு இண்டஸ்ட்ரியில் ஏதோ படம் நல்லா ஓடிட்டு இருக்கும். சார் சொன்ன மாதிரி ஒரே ஒரு படம் இங்கே நல்லா இருந்ததுன்னா, ஃபார் எக்ஸாம்பிள் காந்தாரா, സസ്പെൻസ് ത്രില്ലർ. സോ സസ്പെൻസിനാലേ എതും சொல்லக்கூடாது உங்களுக்கு. സിനിമയാണ്, സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, ശ്വസിക്കുന്നതും എല്ലാം സിനിമയെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ആക്ടിങ് ആണെങ്കിലും ഈസി അല്ല, ഏത് കാര്യമാണെങ്കിലും നമ്മൾ അത് ഡെഡിക്കേഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുമ്പോഴേ കിട്ടത്തുള്ളൂ, പെട്ടെന്നൊന്നും കിട്ടത്തില്ല. എപ്പോഴും സിനിമയും സിനിമക്കാരെയും എല്ലാവരും ഒരു ആകർഷണം പൊതുവെ ഉണ്ടാവുന്നത് ഏതൊരു മേഖലയിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും. Try to dictate the terms of cinema. If cinema finds you worthy, it will dictate your terms. நீ எப்படி இருக்கணும்னு சினிமா சொல்லும். இப்போ உங்க வீட்ல வந்து சாப்பாடு கொடுப்பீங்களா? எனக்கு തീർച്ചയായിട്ടും പിന്നെ கொடுப்பீங்களா? എല്ലാ വീട്ടിലും எங்க போனாலும் கிடைக்கும் சாப்பாடு எங்களுக்கு. என்ன சார் கேமராஸ்னு பார்த்தாலே every 6 months there is a change in cameras and technology. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ഗെറ്റ് സെറ്റ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ എക്സൈറ്റഡ് ആണ്. ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഫസ്റ്റ് ഗസ്റ്റിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വൺ ആൻഡ് ഓൺലി ആക്ഷൻ കിങ് അർജുൻ സർജാജി. നമസ്കാരം സർ. നമസ്കാരം. വിരുന്ന് എന്ന സിനിമയുടെ പ്രൊമോഷനായി ബന്ധപ്പെട്ടാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. സിനിമയുടെ സംവിധായകൻ ശ്രീ കണ്ണൻ താമരക്കുളം, ആക്ടർ ഗിരീഷ് നെയ്യാർ. ആക്ടർ എന്ന് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, ആക്ടർ കം പ്രൊഡ്യൂസർ. സിനിമയിലെ കാര്യമാണ്, അല്ലാതെ പേഴ്സണൽ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഒരു ലോഡ് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിക്കാം. ആൻഡ് ദ വൺ ആൻഡ് ഓൺലി ആക്ടർ ഹരീഷ് പേരാടി. അപ്പോൾ ഇതൊരു ബൈലിംഗ്വൽ സിനിമയാണ്. തമിഴ് സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ തമിഴ് സംസാരിച്ചു കഴിഞ്ഞാൽ ഭാഷയെ കൊല്ലുന്നത് പോലെ ആയിപ്പോവും. സാർ അപ്പം സാറിന് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ സംസാരിക്കാം. മലയാളം സംസാരിക്കുന്നത് ഇഷ്ടം, പേസി കൊല്ലുന്ന മാതിരി വേണ്ട. എനിക്ക് തമിഴ് ലാംഗ്വേജ് ആസ് സച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലാംഗ്വേജാണ്. കുഞ്ഞിലെ മുതൽ ഒരുപാട് നമ്മളെല്ലാവരും പോലെ നമ്മളെല്ലാവരും തമിഴിൻ്റെ ഫാൻസാണ്. നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക 80s 90s ആൾക്കാർക്കൊക്കെ തമിഴ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. അത് തന്നെ അതിൽ തന്നെ താങ്കളുടെയൊക്കെ സിനിമകൾ, ഇവരൊക്കെ ഫാൻ ബോയ്സ് ആയിരിക്കും അല്ലേ? നമ്മൾ എന്താ പറയുക, മലയാള സിനിമയിലേക്ക് ഇദ്ദേഹത്തെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവന്നതിൽ താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ വിരുന്ന്, അപ്പം നമ്മുടെ മലയാളത്തിൽ വിരുന്ന് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നു, വിസിറ്റ് എന്നൊരു മീനിങ് ഉണ്ട്. അനദർ വൺ ഇസ് ഫീസ്റ്റ്. എനിക്ക് തോന്നുന്നു ഫീസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, രണ്ടും മിക്സ് ആണ്. വിരുന്ന് വന്ന ഒരാൾക്കൊരു വിരുന്നൊരുക്കുന്നു, അങ്ങനെയാണോ? അതെ അതെ, ഒരു വിരുന്ന് പോകുന്നതാണ്, അവിടെ ചെല്ലുമ്പോൾ മറ്റൊരു വിരുന്ന് കിട്ടുന്നു. So tell me something about your character. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ടീച്ചർ കണ്ടപ്പോൾ മൊത്തത്തിൽ സസ്പെൻസ് ആണ്, എന്താണ് ഏതാണ് എന്നുള്ളത് ഗെസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. സോ ലൈക്ക് I would like to hear from you. Yeah, this is basically a suspense thriller. So suspense-നാലേ എതും சொல்லக்கூடாது உங்களுக்கு. കുറച്ച് ക്ലൂ ഹിന്റ്സ് ഒക്കെ തരാം സർ. ഇത് അഡ്വൈസർ, ഫിനാൻഷ്യൽ അഡ്വൈസർ മാതിരി ഒരു ക്യാരക്ടർ. And then it blends into some issues in the subject, and then action adella maarum. Appo characterization maariடும். Or financial advisor poitu vera ennalla pannuma abdingiradhu. So there's so many twists and turns in the screenplay. Okay, so like ഗിരീഷ്, എന്താണ് ഗിരീഷിന്റെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ? ഗിരീഷ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ, ആദ്യം കഥാപാത്രത്തെ പറ്റി ചോദിക്കാം. കഥാപാത്രം ഹേമന്ത് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു ഒറ്റപ്പുറത്തുകാരനായ അയാൾ അതില് ഒരു ജീവിതത്തിലൊരു ആക്സിഡന്റ് കണ്ട്, അങ്ങനെ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് അയാൾ പിന്നെ അതിൽ പെട്ടുപോവുകയാണ്. പിന്നെ അങ്ങനെ ഒരു യാത്ര പോയി. ഇപ്പോൾ ആസ് സച്ച് ഒരു മൂവി പറഞ്ഞു വെക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു
ഒരു ചില ഇൻസിഡൻസ്, അതായത് സൊസൈറ്റിയിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതിനെയാണ് മൂവി പറഞ്ഞു വെക്കുന്നത്, അനാവരണം ചെയ്യുന്നത്. വിരുന്ന് അതാണ് വിരുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സ്വന്തമായി നിലപാടുകൾ, എല്ലാവർക്കും നിലപാടുണ്ടെങ്കിലും പലരും വിളിച്ചു പറയാറില്ല. വളരെ കൃത്യമായി നിലപാടുകൾ വിളിച്ചു പറയുന്ന പേരിൽ വളരെ പ്രശസ്തന കൂടിയാണ് ഹരീഷേട്ടൻ്റെ. ഇതിലെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന്. ഇത് ക്യാരക്ടർ അധികം വെളിപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷെ വളരെ വ്യത്യസ്തമായ, ഞാൻ അധികം ചെയ്യാത്ത ടൈപ്പിലൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയാണ് കണ്ണൻ എനിക്ക് തന്നത് ഇത്തവണ. വളരെ സന്തോഷത്തോടു കൂടിയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചതും. എൻ്റെ തമിഴും കൂടെ എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ രണ്ട് തവണ കണ്ട് ആ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഇനിയിപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനും. ഇതാണ് ഈ സസ്പെൻസ് മൂവിയുടെ പ്രൊമോഷൻ സമയത്ത് നമുക്കൊന്നും കിട്ടില്ല. നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സംവിധായകൻ എന്തൊക്കെയാണ് പറയാനുള്ളതെന്നും കൂടി ചോദിച്ചു നോക്കട്ടെ. കുറച്ചും കൂടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇതൊരു ഫാമിലിയിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അതിൽ നിന്ന് അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ അന്വേഷിച്ചിട്ടുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ വന്നു പോകുന്ന കുറേ കഥാപാത്രങ്ങളിലൂടെ പോയിട്ട് നിന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയൊരു സംഭവത്തിലേക്ക് ഇത് ചെന്ന് എത്തിച്ചേരുന്നതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ കഥ. ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഭയങ്കര ഒരു ഫാസ്റ്റ് പേസിൽ ലാഗില്ലാതെ ടപടപ്പ പറഞ്ഞ് പോകുന്ന ഒരു സിനിമയാണ്. ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്കും ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആക്ഷന് വേണ്ടി ആക്ഷനൊന്നുമില്ല, കഥയിൽ ആവശ്യമുള്ളിടത്ത് മാത്രമേ ആക്ഷനുള്ളൂ. ഇപ്പോൾ ആക്ഷൻ ഹീറോ കിങ്ങാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആക്ഷനൊന്നുമില്ല. കഥയിൽ ആവശ്യമുള്ളിടത്ത് എല്ലാമുണ്ട്. ടോട്ടലി ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ്. ഓക്കെ. ഇതിപ്പം സാധാരണ നമ്മൾ ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ മറ്റൊരു ഭാഷയിലേക്ക് എടുക്കാറുണ്ട്. സൈമിൾട്ടേനിയസ്ലി മലയാളത്തിലും തമിഴിലും റിലീസ് ചെയ്യിപ്പിക്കാം എന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ബൈലിംഗ്വൽ ലാംഗ്വേജ് ചെയ്യുന്ന സമയത്ത്? ഇപ്പോഴത്തെ കാലത്ത് സിനിമ മാറി. സിനിമ ഇപ്പോൾ ഒരു ലാംഗ്വേജിൽ വർക്കായാൽ തന്നെ ഇത് ബാക്കി എല്ലായിടത്തും ഡബ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഇപ്പോൾ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നതോടുകൂടി സിനിമ എല്ലാ ലാംഗ്വേജിലേക്ക് പോകുന്നുണ്ട്. അതിന് പറ്റിയ അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കണം. അല്ലെങ്കിൽ പോലും ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം ഇവിടെ വന്നിട്ട് മലയാളത്തിൽ തന്നെ ഇത് ചെയ്തിട്ട് മലയാളത്തിനേക്കാൾ കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നു. അപ്പോൾ ഈ സിനിമ നല്ലതാണെങ്കിൽ എല്ലാ സ്ഥലത്തും ആൾക്കാരത് എടുക്കും. ഇപ്പം അതുകൊണ്ട് മലയാളം തമിഴ് തെലുങ്ക് എന്ന് പറഞ്ഞ് ഇതില്ല. നമ്മൾ ചെയ്ത സമയത്ത് ഒരു ബൈലിംഗൽ പരിപാടിയായിട്ട് ചെയ്തു. ഇപ്പോൾ 2 ലാംഗ്വേജിലും വേൾഡ് വൈഡ് ഇത് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മേക്കിംഗ് പ്രോസസ്സിലെ ലാംഗ്വേജിനനുസരിച്ചിട്ടുള്ള 2 രീതിയിൽ എടുത്തിരുന്നു. അല്ല, അങ്ങനെ എടുക്കണമല്ലോ. ഇപ്പൊ ചില പോലീസ് സീക്വൻസുകൾ അങ്ങനെയുള്ള സംഭവം വരുമ്പോൾ ഇവിടുത്തെ യൂണിഫോം ആയിരിക്കില്ല അവിടുത്തെ യൂണിഫോം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ബൈലിംഗിൾ ചെയ്യുമ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ആക്ച്വലി അതൊന്നും ആൾക്കാർ നോക്കുന്നില്ല. അവർക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണോ, കഥ ഇതാണോ, അതിൽ കണ്ടന്റ് നല്ലതാണോ. കണ്ടന്റ് നല്ലതാണെങ്കിൽ അവരെടുക്കും. അതിനിപ്പോ കേരള പോലീസാണോ തമിഴ്നാട് പോലീസാണോ ഒരു വിഷയമല്ല. പണ്ടത്തെ ഡിസ്ട്രിബ്യൂട്ടർമാരാണ് മുണ്ടെടുത്താൽ അവിടെ പോയില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മാറി. പ്രേക്ഷകർ ഭയങ്കരമായിട്ട് മാറിയല്ലോ. അതനുസരിച്ച് സിനിമയെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വരുന്ന നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമയിൽ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മാറാൻ ആഗ്രഹിക്കാത്ത ചില എലമെന്റ്സ് ഉണ്ട് എല്ലാ കാലത്തും. ഇത് അന്നത്തെ പോലെ തന്നെ ഉണ്ടാവണമെന്ന് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ സിനിമകളുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജെന്റിൽമാൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളിലൊന്നാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല അന്ന് അതൊരു വലിയ സൂപ്പർ ഹിറ്റ് മൂവിയാണ്. പക്ഷെ ഇവിടെ 100 ദിവസത്തിൽ കൂടുതൽ കേരളത്തിൽ കളിച്ച പടമാണ്. അതെ, അത് ഞാൻ ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് 8 വയസ്സ് 9 വയസ്സുള്ള സമയത്താണ് ഈ സിനിമ റിലീസ് ആവുന്നത്. പക്ഷെ ആ ഒരു ചെറിയ കുട്ടിക്ക് വരെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് മേ ബി ആദ്യം പാട്ടുകളിൽ നിന്നും പിന്നെ അതിൽ നിന്നും സിനിമ പതുക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അത്രയും നമ്മൾ ഈ ഒരു ചേഞ്ച് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പോലത്തെ സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ. സോ ലൈക്ക് നിങ്ങൾക്കൊക്കെ, അതായത് സിനിമയ്ക്ക് അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഈ മാറ്റങ്ങൾ വരുമ്പോൾ യു ലൈക്ക് വിഷ് ഫോർ എ ചേഞ്ച് or like you still want to go back to the old times? So it's always better to go forward, walk forward, and get updated yourself. There's so many things happening in the system now, as far as the technology is concerned. Even cameras and pathale every 6 months there is a change in cameras and technology, and now that artificial intelligence have come,
അന്ന് സിനിമ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ തിയേറ്ററിൽ நிறைய സിനിമ കാണാൻ ഇരിക്കുന്ന ആളുകൾ മൊബൈലുണ്ട്, അവന് ആവശ്യമുള്ളതെല്ലാം അതിനകത്തുണ്ട്, അതിന് മേളിൽ സിനിമ നിൽക്കണം. So it is, it's a very nice thing. புதுசு புதுசெல்லாம் புதுசாக கற்றுக்கிறது, அப்டேட் பண்ணிக்கிறது, and again moving forward with that. ലൈക്ക് മലയാളം മൂവീസ് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ എപ്പോഴും നല്ല മികച്ച സിനിമകൾ നൽകുന്ന ഇൻഡസ്ട്രിയാന്ന് പറയുന്നുണ്ട്. സോ പക്ഷെ വേറൊരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ, മറ്റൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ മലയാളത്തെ പറ്റി നല്ലത് പറയുന്നതൊക്കെ കേൾക്കാൻ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദി ചേഞ്ചസ് ഇൻ മലയാളം മൂവീസ് so Yeah, far? Malayalam, see, in every industry, not only Malayalam film industry, every industry, there are ups and downs. ஒரு கட்டத்தில் நிறைய சூப்பர் ஹிட்ஸ் பிக்சர்ஸ் சம்டைம்ஸ் வரும், சில நேரத்தில் அகெயின் இட் கோஸ் பேக். அதுக்கப்புறம் இன்னொரு இண்டஸ்ட்ரியில் ஏதோ படம் நல்லா ஓடிட்டுருக்கும், அண்ட் அகெயின் பிக்ஸ் அப். ஸோ இப்போ என்னென்னா வி ஆர் த ஹோல் ஆஃப் இந்தியன் சினிமான்னு சொல்லணும். பார்த்தா ஒரு ஹெல்த்தியாக இருக்குது இப்போது. it has become global now. சார் சொன்ன மாதிரி ஒரே ஒரு படம் இங்கே நல்லா இருந்ததுன்னா, ஃபார் எக்ஸாம்பிள் காந்தாரா, இட்ஸ் எ கனன் ஆஃப் எ பிக்சர். ஸோ ஆஸ் இட் ரைட்லி said, இட் இஸ் அபவுட் த கண்டென்ட். நேட்டிவிட்டி கூட பார்க்கல ஜனங்க, நேட்டிவிட்டி பார்க்கல. தே ஆர் சீயிங் ஓகே வெதர் த கண்டென்ட் இஸ் குட், பார்க்க முடியுமா அந்த படத்தை. தென் தே ஆர் வாட்சிங் irrespective of caste, irrespective of whatever the languages, they are watching the movies. Again, But again, to answer your question, of course, people are just looking like this for the Malayalam film industry because storytelling வந்து ரொம்ப அட்வான்ஸ்டாக இருக்குது, கான்டெம்பரரியாக இருக்குது, ரியலிஸ்டிக்காக இருக்குது in Malayalam film industry. And புது டெக்னீஷியன்ஸ் வந்துட்டு இருக்காங்க, புது டைரக்டர்ஸ். they think differently, they present it differently, so it's very nice. ഓക്കെ, ഹരീഷേട്ടൻ അതേപോലെ മലയാളത്തിൽ നിറഞ്ഞു നിന്നിട്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ആക്ടറായി മാറിയിരിക്കുകയാണ്. ഇപ്പം മലയാളത്തിനേക്കാൾ കൂടുതൽ സിനിമ മറ്റു ഭാഷകളിലാണ് ചെയ്യുന്നത്. സോ ആ ഒരു ജേണി എല്ലാവരും ആഗ്രഹിക്കുന്നത്, നമ്മളൊരു സർക്കിളിൽ നിൽക്കാതെ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഹരീഷേട്ടൻ്റെ ഇപ്പോഴത്തെ കരിയറിലുള്ള ഒരു നല്ലൊരു സ്പാൻ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും അത് ദൈവം സഹായിച്ച് നമുക്ക് മലയാളത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ തമിഴും തെലുങ്കും ഒക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ കന്നഡയിൽ ഒരു പടം ചെയ്തു, ഇന്ത്യയിൽ ചില ഓഫേഴ്സ് വരുന്നു, തുടങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്കറിയാത്ത ഒരു ഭൂമികയിലേക്ക് എത്തിപ്പെടുമ്പോൾ അവിടെയുള്ള രീതികൾ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ആ പഠിച്ചെടുക്കുമ്പോൾ ആ രീതികളുടെ സ്പേസ് വലിയ വലിപ്പം കൂടും. അങ്ങനെ ആ ആക്ടിങ് ഏരിയ എന്ന് പറയുന്ന സാധനം നമ്മൾ പൊതുവെ വളരെ അണ്ടറായിട്ട് ജീവിക്കുന്ന, നമ്മളെ ഒരു ജീവിതത്തിൽ തന്നെ നമ്മൾ പൊതുവെ ഒരു അണ്ടർ ആക്ടിങ്ങിൻ്റെ ആളുകളാണല്ലോ. അങ്ങനെ വളരെ സട്ടിൽ എന്നുള്ള വേർഡാണോ ശരിയെന്ന് അറിയില്ല, അങ്ങനെ അധികം പ്രകടിപ്പിക്കാനുള്ള പേടി കൊണ്ടാണോ എന്താണെന്നറിയില്ല, അങ്ങനെ ജീവിച്ചു പോയി ഒരു ഒതുങ്ങി. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഒതുക്കം കൂടുതലാണ്. ആ ഒതുക്കത്തിൻ്റെ ഒരു ബോർ അധികം ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുണ്ടാവുന്ന ഒരു ഏരിയ വലുതാവുമ്പം ആക്ടിങ്ങിനെ സംബന്ധിച്ചോളം എനിക്ക് വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന സാധനങ്ങളാണ്. തമിഴാണെങ്കിലും തെലുങ്കൊക്കെ ആണെങ്കിലും ഒക്കെ അല്ല, നമ്മൾ ശീലിച്ച രീതികളെക്കാളും കുറച്ചും കൂടി ശീലമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അതേപോലെ തന്നെ ശീലമില്ലാത്ത കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് തിരിച്ച് അവരെ സംബന്ധിച്ചോളം, അർജുൻ സാറിനെ സംബന്ധിച്ചോളം ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവുന്നത് അത് തന്നെയാണ്. ആ ഒരു സെയിം സാധനം തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം അങ്ങോട്ട് പോകുമ്പോൾ നടക്കുന്നത്. ഗിരീഷ് നെയ്യാർ എന്നുള്ള പേര് ആസ് എ പ്രൊഡ്യൂസർ കാണുന്നതാണോ, കാസ്റ്റിൽ കാണുന്നതാണോ കൂടുതൽ സന്തോഷം തോന്നുന്നത്? ഇപ്പോഴും ഞാൻ പറയാറുണ്ട് കാസ്റ്റിൽ കാണുന്നത്. അതാണല്ലോ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. ഒരു അഭിനേതാവുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം? അങ്ങനെയല്ല, അഭിനയിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നു ചേർന്ന ഈ ഒരു ഓക്കെ. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നു ചേർന്നത്? വിരുന്നിലേക്ക് കണ്ണചേട്ടൻ്റെ അടുത്താണെങ്കിലും ഈ ഒരു മൂവിയിൽ ഞാൻ മുന്നേ വേറെ ഒരു ചെറിയ 1-2 റോൾ ആക്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ. പിന്നെ വേറൊരു പടം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലായിരുന്നു. അപ്പോൾ അത് സ്ക്രിപ്റ്റ് കുറച്ചൊരു ഇതായത് കാരണം അത് നടന്നില്ല. അതിന് ശേഷമാണ് ഇങ്ങനെ വിരുന്ന് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇതായി. പിന്നെ അതിൽ അർജുൻ സാറ്
വന്നു അർജുൻ സാർ. അതെ, കാരണം അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്. എങ്ങനെയാണ് അർജുൻ സാറിലേക്ക് എത്തിയത് ഈ സിനിമയിലേക്ക്? കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോക്കുമല്ലോ അതിൽ ആരാണ്. അപ്പൊ അർജുൻ സാറിന്റെ പേരാണ് വന്നത്. പിന്നെ നമുക്ക് വേറൊരാളിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ ആയിപ്പോയി. ചില ആൾക്കാരെ നമ്മൾ അവിടെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മള് പിന്നെ ചില ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. ചില നമ്മൾ എഴുതുമ്പോഴോ ഒക്കെ ഒരാൾ മനസ്സിൽ വെച്ചാൽ പിന്നെ അയാൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമായിരിക്കും. ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഇതായി. പിന്നെ അത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു, മാറ്റി വെക്കേണ്ടി വന്നിരുന്നു. സ്വാഭാവികമായിട്ടും വരുമല്ലോ. നല്ലൊരു ആർട്ടിസ്റ്റ്. ഞാൻ ഇതിന്റെ കഥ ഞാൻ ഹരീഷേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അർജുൻ സാറ് ചെയ്താൽ ഗംഭീരമാവുമെന്ന് പറഞ്ഞു. പുള്ളി കഥ കേട്ടു, ഇത് നല്ല സാധനമാണല്ലോ, നമുക്ക് പറയാം. ഞാൻ ചോദിച്ചു നടക്കാൻ സാധ്യതയുണ്ടോ, നമുക്ക് ശ്രമിക്കാന്നേ. അങ്ങനെ ഹരീഷേട്ടനാണ് അർജുൻ സാറിനെ വിളിച്ച സംഭവം പറയുന്നത്. പിന്നെ ഞാൻ അർജുൻ സാറിൻ്റെ അടുത്ത് സബ്ജക്റ്റ് പറഞ്ഞു, പുള്ളി ഓക്കെ ആയി. അങ്ങനെ ഓണായി. എനിക്ക് ഇതിൽ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആണ്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ നമ്മള് ഹീറോ, വില്ലൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരംതിരിക്കാറുണ്ട്. അപ്പൊ ഒരു വില്ലൻ ഷെയ്ഡുള്ള കഥാപാത്രമാണോ, വില്ലനാണോ ശരിക്കുള്ള? ഹീറോ ആന്റി ഹീറോ ആവാം, ഹീറോയെ എന്ത് വേണമെങ്കിലും ആവാലോ. പ്രിഫിക്സ് എന്തോ ആവാം, നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും. നല്ലൊരു വില്ലൻ ഉള്ളപ്പോഴാണ് നല്ലൊരു ഹീറോ ഉണ്ടാവുന്നത്. നമ്മളെ ഒപ്പോസ് ചെയ്യാനായിട്ട് ചുറ്റും ശക്തി ഉണ്ടാവുമ്പോഴാണ്. അതെ, ഇൻ പേഴ്സൺ എനിക്ക് ഇദ്ദേഹത്തെ വില്ലനായി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓൺ സ്ക്രീൻ ഇദ്ദേഹം ചെയ്ത സിനിമകളിൽ ഞാൻ അതിലേക്കാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. അപ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് ശ്രമിച്ചു നോക്കിയതാ. ഉറപ്പായിട്ടും കിട്ടും. ഈ പറഞ്ഞ ഈ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. ലൈക്ക് ബീങ് എ ഹീറോ, നായകൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബീങ് ദ വില്ലൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ലൈക്ക് നമ്മൾ സ്ക്രീനിൽ ചെയ്യുന്ന സമയത്ത് സാർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ചെയ്ത നായക കഥാപാത്രങ്ങളാണോ അതോ ചെയ്ത വില്ലൻ കഥാപാത്രങ്ങളാണോ? ஹீரோவா பண்ணா ஹீரோலேயே கேரக்டரைசேஷன்ஸ் இருக்கும். ஹீரோ இஸ் திஸ் கைண்ட் ஆஃப் பர்சன் அப்படின்னு சொல்லி ஒரு வில்லனா பண்ணான்னா you have so many different kind of angles to act as a performer. இப்போ ஹீரோனா இவ்வளோதான். I'm like a patriotic person. ஓகே, ஒரு ஸ்கொயர் இருக்கும், அதுக்குள்ளே தான் ஆக்ட் பண்ணணும். அண்ட் ஹீரோவாக இருக்கும்போது இதெல்லாம் பேசக்கூடாது, இந்த மாதிரி ஆக்ட் பண்ணக்கூடாது, இவ்வளோதான். வில்லன்னா பிந்தாஸ், என்ன வேணாலும் பண்ணலாம், புதுசா என்ன பண்ணலாம். ஸோ வி கேன் எக்ஸ்ப்ளோர் so many things as an actor. ഓക്കെ, ലൈക്ക് ഓരോ സിനിമകൾ ചെയ്യുന്തോറും നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ഓപ്ഷൻസ് വരണമെന്നാണ് ആഗ്രഹിക്കുക. സോ ലൈക്ക് പുതിയ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് എന്താണ് സാർ നോക്കുന്നത്, പുതിയ ക്യാരക്ടേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേറ്റ്? ഒന്നുമില്ല, ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഇറ്റ്സ് ഓൺലി വിൽ സീ മീ ഓർ എനിബഡി ആക്ടേഴ്സ്, ദേ വുഡ് സീ വാട്ട് ഡു ഐ ഹാവ് ഇൻ ദിസ് റോൾ. இதில் நான் என்ன பண்ண போகிறேன், என்ன டிஃப்ரென்ஸ் நான் பண்ண போகிறேன், வாட் டிஃப்ரென்ஸ் இட் வில் மேக் டு த மூவி. அண்ட் அதோட இம்பார்ட்டண்ட் என்ன, எனக்கு டோட்டாலிட்டி ஆஃப் த ஸ்டோரி. இப்போ நான் மட்டும் ஒன்றும் இல்லைல்ல, இட் இஸ் ஃபுல் ஸ்டோரி. இஃப் யூ டோன்ட் லைக் த ஹோல் ஸ்டோரி, then I am not there. Even if I like my own role, my character, whether it is a hero or a villain, totality நல்லா இருக்கணும் இல்லையா? ஃபைனலி இட் இஸ் ஒன் ஃபுல் மூவி. அந்த ஃபுல் மூவியில் நம்ம என்ன பண்ணுறோம், அது ஒரு இன்ட்ரெஸ்டிங்காக இருந்ததுன்னா there. But first priority is the whole story. ഓക്കെ, സി ലൈക്ക് സാർ 43 വർഷമായി സിനിമയിലേക്ക് വന്നു. என் ஏஜ் 43 தான். യങ്ങർ ദാൻ ദാറ്റ് ഐ തിങ്ക്, അല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മൾ മലയാളത്തിൽ മമ്മൂക്ക പറയുമ്പോൾ എവർഗ്രീൻ ആണ്, കാണുന്ന കാലം തൊട്ട് ഒരേപോലെ ഇരിക്കുന്നത്. ഇത്രയും നാൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. സോ ലൈക്ക് യു ആർ ഡൂയിങ് ഇറ്റ് ലൈക്ക് ഇൻ എ ഗ്രേറ്റ് വേ. സാർ നേരത്തെ പറഞ്ഞു സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അതാണോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതെ അലീഷേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമയെ ഒരുപാട് സ്നേഹിച്ചു, എനിക്ക് സിനിമ ഇപ്പൊ തിരിച്ച് സിനിമ സ്നേഹിച്ചു തുടങ്ങി. നമ്മളെല്ലാം അതുപോലെയാണ്, സിനിമയെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു, എപ്പോഴെങ്കിലും തിരിച്ച് നമ്മളെ സ്നേഹിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. സിനിമ എന്ന് പറയുന്ന ഒരു കരിയർ. If you are not passionate, it will just push you away. സിനിമ அப்படிங்கிறது
there is one saying, a very, very nice saying, sir. அது என்னன்னா, don't try to dictate the terms of love. அதனுடைய டேர்ம்ஸ்னா நீ டிக்டேட் பண்ணாத. If it finds you worthy, it will dictate your terms ன்னு சொல்லி. The same thing goes with cinema. Don't try to dictate the terms of cinema. If cinema finds you worthy, it will dictate your terms. நீ எப்படி இருக்கணும்னு சினிமா சொல்லும். ഇതൊരു ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? കാരണം വെച്ചാൽ സിനിമ அது பார்க்கணும். இப்போ நீங்க எவ்வளவு நல்ல ஆக்டரா இருந்தாலும் சரி, ரொம்ப கொழுப்பு எனக்கு, நான் சரி அன்ப்ரொஃபஷனலாக இருக்கேன், ஆனால் நல்லா ஆக்ட் பண்ணுறேன், நல்ல கிரேஸ் இருக்குது, எல்லாம் இருக்கட்டும், அந்த சினிமா இருக்கு இல்லையா, சினிமா வந்து இஃப் இட் ஃபைண்ட்ஸ் மீ நாட் வர்தி, இட் வில் ஜஸ்ட் டிஸ்கார்ட் லைக் தட். ഇമ്മീഡിയറ്റ് இருக்க மாட்டோம் സിനിമ ഇൻഡസ്ട്രിയിൽ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അത് ഭയങ്കര ഒരു സംഭവമല്ലേ? നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ടാലന്റ് ലക്ക് ഈ ഒരു ഫാക്ടേഴ്സ് ഒന്നും പോരാ. സിനിമ വിചാരിക്കണം നമ്മൾ ആ സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. നമുക്ക് ജോലി എന്ന് ഇറ്റ്സ് എ പ്രൊഫഷൻ ഫോർ ഓൾ ഓഫ് അസ്. നമ്മുടെ പ്രൊഫഷന് വേണ്ടി നമ്മൾ ചെയ്യും, പക്ഷേ ഇറ്റ്സ് ഒരു ലിമിറ്റ് ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫാമിലിക്ക്. പക്ഷെ സിനിമാ മേഖലയിൽ എത്തിപ്പെടുന്ന ആൾക്കാരെ എല്ലാവരെയും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷനോടുള്ളൊരു സ്നേഹം അത് എല്ലാ കാലത്തും കുറച്ചധികം കൂടുതലായിരിക്കും. ആ ഒരു അങ്ങനെ ഒരു അഡിക്ഷൻ എനിക്ക് തോന്നുന്നു എല്ലാവരെയും സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കും. എല്ലാവരും അത് തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? അപ്പം താങ്കളാണെങ്കിലും ടെലിവിഷനിലെ ഹിറ്റ് മേക്കറാണ്. ആയിരക്കണക്കിന് എപ്പിസോഡുകൾ പല ഭാഷയിൽ ചെയ്തിട്ടുള്ള സൂപ്പർ ഹിറ്റ് കുടുംബ പ്രേക്ഷകർ ഒരുപാട് നല്ല സീരിയൽസ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് എന്നാലും സിനിമയാണ് ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമകളിലേക്ക് തന്നെ എത്തിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് ഇദ്ദേഹത്തിലെ കാര്യം വരുവാണെങ്കിൽ പല ലാംഗ്വേജസിലായിട്ട് പല പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം അതെ, ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൺട്രപ്രണർ ആണ്, അഡ്വക്കേറ്റ് ആണ്, ലിറിസിസ്റ്റ് ആണ്, അങ്ങനെ കണ്ടു. പക്ഷെ എഗെയിൻ സിനിമയിലേക്ക് വരിക എന്നുള്ളത് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്നത്. താങ്കളുടെ കാര്യം പറയുവാണെങ്കിലും തിയേറ്ററാണ് ചെയ്തിരുന്നത്. സിനിമയാണ് വേണ്ടത്. സിനിമയുടെ ആ ഒരു എന്താ പറയുക ലഹരിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ആ ഒരു ലഹരിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അപ്പം ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം ഓൾ ഓഫ് യു. സിനിമയാണ്, സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, ശ്വസിക്കുന്നതും എല്ലാം സിനിമയെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ഞാൻ സിനിമയിൽ വർഷങ്ങളോളം അസോസിയേറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് ഇടയ്ക്ക് ടെലിവിഷനിൽ പോയത്. പിന്നെ അപ്പോഴും നമുക്ക് സിനിമയാണ് എല്ലാ ദിവസവും. ഞാനൊക്കെ എല്ലാ ദിവസവും ഒരു സിനിമ കാണും. രാവിലെ വൈകിട്ടുമായിട്ടാണെങ്കിൽ പോലും സിനിമയാണ്. ഓരോ നമ്മൾ വീട്ടിൽ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ സിനിമയാണ്. അപ്പോൾ വൈഫ് പറയും ഇടയ്ക്ക് ഇതില്ല മറ്റേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ കാര്യം സംസാരിക്കും. ഞങ്ങൾ പരസ്പരം ഫോൺ ചെയ്താലും പരസ്പരം ആരെ വിളിച്ചാലും സിനിമയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അല്ല മറ്റു കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് നമ്മളങ്ങനെ ഇല്ല. വല്ലപ്പോഴും പഴയ സ്കൂൾ അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ പരീക്ഷനെ വിളിച്ചാലും എവിടെയാണ്, ഏത് പടമാണ്, എന്താ ചെയ്യുന്നത്, എല്ലാം ഞങ്ങൾ സിനിമയാണ്. എല്ലാ ദിവസവും സംസാരിക്കുന്ന സിനിമയാണ്. എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന കഥകളാണ്. അങ്ങനെ സിനിമയോട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സിനിമയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയ്ക്ക് നമ്മളെ തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ലൈക്ക് വാട്ട് ഈസ് യുവർ ദാറ്റ് മൊമെന്റ് ഓഫ് മൂവിയിൽ ഇത്ര അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ് സാറിനെ സംബന്ധിച്ചിടത്തോളം? ഇല്ല, അഡിക്റ്റീവ് ഇല്ല. യു ഹാവ് ടു ഡെഡിക്കേറ്റ്. ദ ഡെഡിക്കേഷൻ ഷുഡ് ബി கன்சிஸ்டன்ட். ஒரு நாள் டெடிக்கேஷன் பத்தாது, அது கன்சிஸ்டண்ட்டாக இருந்தால்தான் யூ கேன் டூ சம்திங். அண்ட் ஹார்ட் ஒர்க் இஸ் வெரி வெரி இம்பார்ட்டண்ட். அண்ட் ஒன் வெரி பிக் மேன் இன் த இண்டஸ்ட்ரி he says that if you have to sustain in the film industry you have to work 12 hours. If you want to achieve in the industry it has to be like more than 12 hours. 24 hours ன்னு சொல்கிறாங்க, which is not அந்த மாதிரி. நமக்கு ஹார்ட் ஒர்க் நம்ம பண்ணணும். இப்போ தூரத்துலேருந்து பார்க்கும்போது சினிமா ரொம்ப ஈஸியாக தெரியும். ஆனால் உள்ளே வந்து ஒர்க் பண்ணும்போது தான் பணம் எல்லாம் இருக்குது, பணம் இருக்குது, புகழ் இருக்குது, people love you, that's a different thing. There are some situations which I can't tell you now. There are situations ரொம்ப கஷ்டமாக இருக்கும் சில நேரத்தில். பட் அதுதான் லைஃப்னு சொல்லும் போது ஒரு ப்ளஸ் மைனஸ் எல்லாம் இருக்கும். பட் we are happy. It is like பெரிய புண்ணியம் பண்ணி சினிமா இண்டஸ்ட்ரியில் இருக்கிறோம். சினிமையில் இருக்கு. அது பாப்புலராக ஆகணும்னா ரொம்ப புண்ணியம் பண்ணணும். ஸோ ட்ரூ. எங்கேயோ புண்ணியம் பண்ணிட்டு தான் நாங்கள் வந்திருக்கோம். இப்போ உங்கள் வீட்டில் வந்து சாப்பாடு கொடுப்பீங்களா? கொடுப்பீங்களா? எனக்கு തീർച്ചയായിട്ടും പിന്നെ கொடுப்பீங்களா? എല്ലാ വീട്ടിലും எங்கே போனாலும் கிடைக்கும் சாப்பாடு எங்களுக்கு. என்ன சார்? கண்டிப்பாக. ஸோ தட் இஸ் மோர் தென் அதர்.
സാറ് പറഞ്ഞത് തന്നെയാണ്, നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈസി ആണെന്ന് തോന്നുന്നു. പക്ഷെ അതിനുള്ളിൽ വരുമ്പോഴാണ് അതിൻ്റെ എന്താണ്, ഏത് മേഖലയിലായാലും ആക്ടിങ് ആണെങ്കിലും ഈസി അല്ല, ഏത് കാര്യമാണെങ്കിലും നമ്മൾ അത് ഡെഡിക്കേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുമ്പോഴേ കിട്ടത്തുള്ളൂ. പെട്ടെന്നൊന്നും കിട്ടത്തില്ല. സാറ് പറഞ്ഞ അത് ആ വേർഡ് തന്നെയാണ്, അതൊരു പുണ്യമാണ്. ആ ഒരു ലെവലിൽ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണം, പാഷൻ വേണം, പേഷ്യൻസ് വേണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഹരിച്ചേട്ടാ, സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത സിനിമ ഭയങ്കര പവർഫുൾ ആണെന്നുള്ള, പവർഫുള്ളായ ഒരു മാധ്യമമാണെന്നുള്ള. അങ്ങ് അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് എപ്പോഴും സിനിമയും സിനിമക്കാരെയും എല്ലാവരും ഒരു ആകർഷണം പൊതുവെ ഉണ്ടാവുന്നത്. സിനിമയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബീങ് ആൻ ആക്ടർ ആണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. യു ആർ എ ഡയറക്ടർ ഓൾസോ, റൈറ്ററാണ്, പ്രൊഡ്യൂസറാണ്. അപ്പം സിനിമയിൽ ആക്ടിങ്ങിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഡയറക്ഷൻ പോലുള്ള ഒരു ടാസ്ക് ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കുറച്ചുണ്ടാവും. ബട്ട് സ്റ്റിൽ യു മാനേജ് ടു ഡു എ ലോട്ട് ഓഫ് മൂവീസ് സോ ഫാർ. പിന്നെ അടുത്ത് വരാൻ പോകുന്ന ഡയറക്ടോറിയൽ വെഞ്ചർ എന്താണ്? Just finished a movie directing, so that will be getting released in the straight Telugu production. Okay. Production and direction. Another 2-3 months that movie will be released. Yeah, okay. And after that again I'm starting one more movie. Wow, which language? It's in Telugu and Tamil. Telugu too, by language. Of course Malayalam kuda anbechingala. So like it goes without saying. മോഹൻലാൽ സാറിനെ ഡയറക്റ്റ് ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കതിപ്പോൾ കാണാൻ പറ്റും. Sorry? You said like you wanted to direct Mohanlal sir. So like I was asking, when can we see that, the movie? எனக்கே தெரியாது. ஃபர்ஸ்ட் எனக்குள்ளே இருக்கிற ஒரு ஆக்டர் வந்து கொஞ்சம் சாந்தப்படுத்தணும். ஏன்னா நிறைய பண்ணணும்னு ஆசை எனக்கே இருக்கு. ഒരു ഡയറക്ടർ ആവുന്ന സമയത്ത് കുറേ അധികം ടൈം ഒരു ആക്ടർ. See, basically what happens, even if before this also, sometimes we make the story and எனக்கே தெரியுது எனக்கு செட் ஆகாது இதுன்னு. After making, see, basically we'll think about a concept and finally we have to justify that story. So story முடிச்சதுக்கு அப்புறம் no this is not happening, எனக்கு முடியாதுன்னு இப்படி ஆச்சு. அது அந்த படம் எல்லாம் நான் ப்ரொடியூஸ் பண்ணியிருக்கேன், அவ்வளோதான். My brother has directed. I told இந்த கதை நல்லா இருக்குடா என் பிரதருக்கு சொன்னேன். அவன் சொன்னா கதை நல்லா இருக்கு ஆனா உனக்கு சூட் ஆகாது. நானே ப்ரொடியூசர், எனக்கு சூட் ஆகாது. சரி ஓகே, தென் வி தாட் ஓகே யாரை போடலாம். சரிப்பா உனக்கு யார் கரெக்டாக இருக்காரு இந்த கேரக்டருக்கு. ஸோ வி ஃபிக்ஸ்ட் அன் ஆக்டர். அந்த மாதிரி கூட பண்ணியிருக்கோம். வேறு ஹீரோஸ் வச்சு கூட படம் ப்ரொடியூஸ் பண்ணியிருக்கேன். அகெயின் டிபெண்ட்ஸ் அப்பான் த ஸ்டோரி. இதுக்கு நான் சூட் ஆகாது, கிரீஷ் தான் சூட் ஆகலன்னா கிரீஷை போட்டு கொஞ்சம் பணம் வாங்கிடுவேன். கிரீஷ் ടെക്നിക്ക് മനസ്സിലായി തുടങ്ങിയല്ലേ? സോ ലൈക്ക് മേക്കിംഗ് എ മൂവി എന്ന് പറയുന്നതും ആക്ടിങ് ഇൻ എ മൂവി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. സോ ലൈക്ക് വെൻ കംസ് ടു മേക്കിംഗ് മൂവി, എന്ത് ടൈപ്പ് ഓഫ് മൂവി ചെയ്യാനാണ് സാറിന് പേഴ്സണലി ഇഷ്ടം? எந்த டைப்பே இல்லை, நல்ல கதை ஜனங்களுக்கு பிடிக்கிற டைப். இட் கேன் பி பீரியட், இட் கேன் பி லைக் யூனோ ஃபியூச்சரிஸ்டிக், எது வேணாலும் ஆயிருக்கலாம். இப்போ சீக்வல்ஸ் வருது. when you see movies, okay, பாகுபலி பார்த்தோம், பாகுபலி பிடிச்சது. இப்போ வந்து இப்போ ஒன்று வந்திருக்கு இல்லையா தெலுங்குல, பெரிய ஹிட்டாக இருக்கு இல்லையா தெலுங்குல? ஆமாம் தெலுங்கு சார், அமிதாப் சார் எல்லாம் ஆக்ட் பண்ணிருக்கோம். கல்கி, சாரி கல்கி வந்திருக்கோம். ஸோ அது இன்னொரு வேற மாதிரி ஜான்ரர் இருக்குது. அதில் ஃபியூச்சரிஸ்டிக் இருக்குது, அதுக்கப்புறம் மகாபாரதத்துக்கு போகிறது. ஸோ தேர் ஆர் so many different kind of things. What we like, why the Kalki is doing well, because of we like it. ஸோ அந்த மாதிரி தான் கதைன்னு வரும்போது எது பிடிக்குது, ஜனங்களுக்கு என்ன பிடிக்குது அதுதான் டிபெண்ட் ஆகும். இல்லை நான் இப்படி தான் பண்ணணும் அப்படிங்கிறது இல்லை. ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷെ നമുക്ക് ടൈം 25 മിനിറ്റ്സ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വാമപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞു പോയി. ബട്ട് സ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് അബൌട്ട് വിരുന്ന് സിനിമ. ഫിനിഷിംഗ്, we have done a good film. ஸோ ஜனங்க வந்து இந்த படத்தை பார்த்து ரசிக்கணும். நிச்சயமாக வந்து அவங்களுடைய எக்ஸ்பெக்டேஷன் கம்மியாக இருக்காது. we have done ஒரு ஜாப். விருந்து அப்படிங்கிற ஒரு படம் வந்து அவங்களுக்கு விருந்தாக இருக்கணும்னு நான் நம்புகிறேன்.
അങ്ങനെ തന്നെ ആവട്ടെ, വിരുന്നൊരു വലിയ വിരുന്നൊരുക്കട്ടെ നമുക്ക് വേണ്ടിയിട്ട്. തിയേറ്ററിൽ ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.